പിരിച്ചുവിട്ട 800-ലധികം ജീവനക്കാരെ തിരിച്ചെടുക്കണമെന്ന സർക്കാർ നിർദ്ദേശത്തിന് വഴങ്ങാതെ കോറോ ഹെൽത്ത് കമ്പനി സംസ്ഥാന തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ എറണാകുളം കളക്ടറേറ്റിൽ നടന്ന ചർച്ചയിൽ തീരുമാനം ആയില്ല. സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ ഈ മാസം 20-ന് നിലപാട് അറിയിക്കണം, അല്ലാത്ത പക്ഷം നിയമ നടപടി സ്വീകരിക്കുമെന്ന് യോഗത്തിൽ സർക്കാർ വ്യക്തമാക്കി. കോറോ ഹെൽത്ത് കമ്പനിയിലെ പിരിച്ചുവിട്ട ജീവനക്കാരെ തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തുടർ ചർച്ച ഈ മാസം 20-ാം തീയതി നടക്കും. ഇന്ന് നടന്ന ചർച്ചയിൽ ജീവനക്കാരെ തിരിച്ചെടുക്കുന്നതിൽ തീരുമാനമായില്ല. കമ്പനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭൗതിക സാഹചര്യത്തിൻ്റെ അപര്യാപ്തത ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാമെന്ന് സംസ്ഥാന സർക്കാർ ഉറപ്പു നൽകി. എന്നാൽ ആവശ്യത്തിന് വർക്ക് ലഭിക്കാത്തതാണ് കോഴിക്കോട്ടെയും കൊച്ചിയിലെയും കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാൻ കാരണമെന്ന് കമ്പനി വാദിച്ചു. എന്നാൽ ഈ വാദം സംസ്ഥാന സർക്കാർ അംഗീകരിച്ചില്ല. കാരണം ഇന്ത്യയിലെ മറ്റു കേന്ദ്രങ്ങളിൽ പ്രവർത്തനം തുടരുന്നുണ്ട്. അതുമാത്രമല്ല, കമ്പനി ലാഭത്തിലാണെന്ന കാര്യവും സർക്കാർ ചൂണ്ടിക്കാട്ടി. സർക്കാർ ശക്തമായ വാദങ്ങൾ ഉന്നയിച്ചെങ്കിലും സമവായത്തിന് കമ്പനി തയ്യാറായില്ല. ഇതിനെ തുടർന്ന് ജീവനക്കാരെ പിരിച്ചുവിട്ടതിൽ കമ്പനി നടത്തിയ നിയമലംഘനം സർക്കാർ ചൂണ്ടിക്കാട്ടി. 300-ലധികം ജീവനക്കാർ ഉള്ള കമ്പനികളിലെ ജീവനക്കാരെ പിരിച്ചുവിടുമ്പോൾ 60 ദിവസത്തിനകം സർക്കാർ നോട്ടീസ് നൽകണമെന്നാണ് നിയമം. ഈ നിയമം പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് സർക്കാർ പറഞ്ഞു. ഇതിനെ തുടർന്നാണ് സർക്കാർ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് ആശയവിനിമയം നടത്തി 20-ാം തീയതി നിലപാട് അറിയിക്കാമെന്ന് കമ്പനി അധികൃതർ വ്യക്തമാക്കിയത്. കമ്പനി പ്രതിനിധി നേരിട്ട് ഹാജരാകണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ യോഗത്തിൽ ആവശ്യപ്പെട്ടു. എത്രയും പെട്ടെന്ന് ഈ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്ത് ഈ കമ്പനി ഇവിടെ നിലനിർത്താനുള്ള കാര്യങ്ങളാണ് ഗവൺമെന്റ് വീണ്ടും അവരുടെ കമ്പനിയിൽ മുന്നിൽ വെച്ചത്. അവസാനം ഞങ്ങളുടെ പ്രപ്പോസൽസ് പറഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങൾ നിയമ നടപടികളെടുക്കാൻ ഫോഴ്സ്ഫുള്ളായി തീരും, ഞങ്ങൾ നിർബന്ധിതരാകും എന്നുവരെ പറഞ്ഞു. അവസാനം ഞങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ അവരുടെ തീരുമാനം അറിയിക്കാൻ വേണ്ടി 20-ാം തീയതി കമ്പനി ഒഫീഷ്യൽസ് നേരിട്ട് കേരളത്തിലെത്താം. ഇനിയിപ്പോൾ കൊച്ചിയിൽ വരാമെങ്കിൽ തിരുവനന്തപുരത്തോ എവിടെ വേണമെങ്കിലും മീറ്റിംഗ് കൺവീൻ ചെയ്യാമെന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. സർക്കാർ നിലപാടിൽ സന്തോഷമുണ്ടെന്ന് ജീവനക്കാരുടെ പ്രതിനിധികൾ പറഞ്ഞു. അതേസമയം 20-ാം തീയതി ചർച്ചയ്ക്ക് മുന്നോടിയായി ഓഫീസിൽ പ്രവേശിക്കാൻ അനുവദിക്കണമെന്നുള്ള ആവശ്യം അംഗീകരിച്ചില്ല. ജീവനക്കാരുടെ വസ്തുക്കൾ ഓഫീസിലുണ്ട്, അവ എടുക്കണം, അതിനു വേണ്ടിയിട്ട് ഓഫീസ് തുറക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചെങ്കിലും അക്കാര്യം പരിഗണിക്കാമെന്ന് മാത്രമായിരുന്നു കമ്പനി പ്രതിനിധികളുടെ മറുപടി. ചർച്ചയിൽ ഒരിക്കലും നമുക്ക് ഇന്നത്തതിൽ അനുകൂലമായൊരു നിലപാട് വന്നിട്ടില്ല. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് സൈഡിൽ നിന്നും അവർ ശക്തമായി ഞങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതിൻ്റെ ഫലമായി കോടതി ഉത്തരവുണ്ടായിട്ടും ഇന്നിവിടെ വരാതിരുന്ന, അതായത് ഓൺലൈൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത കമ്പനിയുടെ ഹെഡിലുള്ള ആളുകൾ 20-ാം തീയതി മിനിസ്റ്ററുമായിട്ട് നേരിട്ട് ചർച്ചയ്ക്ക് ഫിസിക്കലി അപ്പിയർ ആവാൻ മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. അവരത് എഗ്രി ചെയ്തിട്ടുണ്ട്. ജീവനക്കാരെ തിരിച്ചെടുക്കണമെന്നുള്ള ആവശ്യമാണ് സർക്കാർ ചർച്ചയിൽ മുന്നോട്ട് വെച്ചത്. മറ്റു സ്ഥലങ്ങളിലേക്ക് ജോലി മാറ്റം നൽകാമെങ്കിൽ അത് സ്വീകരിക്കാൻ തയ്യാറാണെന്നും ജീവനക്കാർ പറയുന്നുണ്ട്. എന്തായാലും 20-ാം തീയതി നടക്കുന്ന ചർച്ചയിൽ ഒരു സമവായം രൂപപ്പെടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ജീവനക്കാർ.